ചാൻഡ്യൂമിന്റെ എല്ലാ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴും ആൾക്കാർ റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ചോദ്യമുണ്ട്. കല്യാണം കഴിച്ചാണോ? കുട്ടി എത്രയായി? ഞാൻ ചോദിച്ചില്ല ഇതിന്. ചോദ്യം നേരത്തെ മനസ്സിലാക്കിയില്ല. ഞാൻ പാട്ട് പാടുവോ? ഞാൻ ഒരു പാട്ട് എപ്പോഴും പാടുന്നു. ആ. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ. ആളുകൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും പോസിറ്റീവായിട്ട് ആൻസർ ചെയ്യാൻ ഒരു മടിയില്ല അല്ലേ? പല ചോദിച്ചു ഞാൻ തന്നില്ലല്ലോ മറുപടി. അല്ല, ബോക്സിംഗ് പഞ്ചിങ് പഠിക്കുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ലക്ഷ്യങ്ങളുണ്ടോ? അല്ല, ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് ഉപേക്ഷിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്റെ ഫസ്റ്റ് വിസിറ്റിന് ഉദ്ദേശം തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാണ്. ഈ സച്ചിൻ ഔട്ടാകാതിരിക്കാൻ ഫുൾ ടൈം പ്രാർത്ഥനയാണ്. എല്ലാത്തിനെയും മറികടക്കുന്ന ഒരു റിലിജിയനാണ് സ്പോർട്സ്. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ ഒരു സൈബർ ആർമിയുണ്ട്. വെറുതെ ആളുകളെ ആക്രമിക്കുന്ന ഒരു പരിപാടിയില്ല. ഈ മാധ്യമങ്ങളോടുള്ള അപ്രോച്ച് എന്താണ്? പാപ്പരാസികൾ വേറെ. ഞാൻ പാപ്പരാസി എന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, പാപ്പരാസി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളെന്തിനാ പേടിക്കുന്നത്? എനിക്ക് പേടിയില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ശൈലാന്ന് തോന്നുന്നു. പിണറായി വിജയനെ കുറിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു വളരെ ഒരു വിഷമത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാളുടെ ചെറിയ ജസ്റ്റർ പോലും വലിയ ഇമ്പാക്റ്റ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യത്തിലെടുത്ത നിലപാട് വളരെ മാന്യതയുള്ള ഒരു നിലപാട് തന്നെയാണ്. പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. MLA ആയിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നു. അപ്പോൾ ഇതുവരെയുള്ള ചാണ്ടി ഉമ്മൻ MLA പ്രവർത്തനം എങ്ങനെയാണ് സ്വയം ഒന്ന് വിലയിരുത്തുന്നത്? അല്ല, എന്നെ കൊണ്ട് ചെയ്യാവുന്ന വിധം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മളതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ സ്പോർട്സിന്റെ സെന്റർ ആക്കണമെന്നുള്ള ഡിക്ലറേഷനാണ്. അത് വരുന്ന ദിവസങ്ങളിൽ അതിലേക്ക് നീങ്ങുകയാണ്. പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്റർ ആവുന്ന ഒരു വലിയ ഒരു 6 മാസക്കാലമായിരിക്കും അടുത്തത് എന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസം. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് ഈ പൊളിറ്റീഷ്യൻസിന്റെ പൊളിറ്റിക്കൽ ലൈഫിനേക്കാൾ കൂടുതൽ അവിടെ റിയൽ ലൈഫ് ആയിരിക്കും. ചാണ്ടി ഉമ്മൻ MLA ഒരു ദിവസം എങ്ങനെയാണ്? ഇപ്പം നിയമസഭ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഒരു മണ്ഡലത്തിലാവും, വിവിധ പരിപാടികളാവും, വിവിധ സ്ഥലങ്ങളിൽ. ഇന്നിപ്പോൾ രാവിലെ അയ്യങ്കാളി അനുസ്മരണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറെ കണ്ടു. അതുപോലെ തന്നെ വിവിധ ഓസ്ട്രേലിയൻ കൗൺസിൽ ജനറലെ കണ്ടു ചെന്നൈയിലുള്ള. അതുപോലെ വിവിധ പരിപാടികൾ മണ്ഡലത്തിലും സമീപത്തുമുള്ള പരിപാടികൾ നടക്കുന്നു. ഒരു റുട്ടീനായിട്ട് ഏകദേശം എത്ര മണിക്ക് എണീക്കുക, ഉറങ്ങുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ? അല്ല, 8 മണിക്ക് പരിപാടി എന്തായാലും തുടങ്ങും. ആൾക്കാരെ കണ്ട് 8 മണി തൊട്ട് ഞാൻ ആക്റ്റീവായിട്ട് പുറത്തോട്ട് പോകും. ഈ ആളുകളെ മുഷിപ്പിക്കരുത് എന്നുള്ളത് അപ്പയിൽ നിന്ന് കണ്ടുപിടിച്ച അല്ല, നമുക്ക് അത് പരിമിതികളുണ്ടല്ലോ. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. അതാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടുപിടിച്ചത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ചിലപ്പം പൊളിറ്റിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ചാണ്ടി ഉമ്മൻ സ്വന്തം അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കി ചെയ്തിട്ടുള്ള പൊളിറ്റിക്സിൽ അതിനകത്താണ് ഈ പുതുപ്പള്ളിയിലെ സ്പോർട്സിന്റെ ഒരു ഡെവലപ്മെന്റ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്കൊരു ഡ്രഗ്സിനെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു ഇന്നോവേഷനാണ്. ഈ 2 വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിവിധ സ്ഥലങ്ങളിൽ സ്പോർട്സിൻ്റെ ഞാനത് ഡിക്ലെയർ ചെയ്ത കാര്യമൊക്കെ കേരള പുതുപ്പള്ളി സ്പോർട്സിൻ്റെ സെൻ്ററാക്കി ഹബ്ബാക്കി മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം USA പോയത് ഒരു 2 മാസത്തിനുള്ളിലാണ്. എൻ്റെ ഫസ്റ്റ് വിസിറ്റിന് ഉദ്ദേശം തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചപ്പം മെസ്സിയെ കൊണ്ടുവരുന്നതിനപ്പുറം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മെസ്സിയെ വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അല്ലേ? സ്പോർട്സ് പേഴ്സൺ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് കുട്ടിക്കാലം തൊട്ട് ഗെയിംസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കളിക്കാൻ സ്ഥലങ്ങളില്ല, വേദികളില്ല, വെന്യൂസ് ഇല്ല, ട്രെയിനിങ് ഇല്ല. എനിക്ക് മിസ്സിങ് ആണത്. മറ്റൊരു കുട്ടിക്ക് അത് മിസ് ചെയ്യാൻ പാടില്ല. എനിക്ക് മിസ്സിങ് ഔട്ടാണത്. എൻ്റെ ആഗ്രഹം നടക്കാതെ പോയതാണ്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ക്രിക്കറ്റ് കളിക്കുക, വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിൻ്റെ അവിടെ വെച്ച് ബാഡ്മിൻ്റൺ കളിക്കുക. എനിക്ക് മിസ് ഔട്ട് ചെയ്തു. പക്ഷെ അനന്തരം കളിക്കണം. മറ്റൊരു കുട്ടിക്ക് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതിന് കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ, കാനഡയിൽ മെസ്സി, കേരളത്തിൽ നിന്ന് സച്ചിൻ ടെണ്ടുൽക്കർ, അതാവണം നമ്മുടെ എയിം. കാരണം അത് മാത്രമല്ല, ഇതിനൊരു ഇൻഡസ്ട്രി ആക്കി ഡെവലപ്പ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ വിജയം. ഈ സ്പോർട്സ് ഹബ് ആവുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കളിക്കളങ്ങൾ അതിന്റെ ഏത് ടർഫ് രൂപങ്ങളാണോ? ടർഫുണ്ട്, ഏത് ഓപ്ഷനും നമുക്ക് ഓപ്പൺ ആണ്. ഞാനിപ്പം ദുബായിൽ നിന്നാണ് വരുന്നത്. അവിടെ ഞങ്ങൾ ഒരു എഗ്രിമെന്റിൽ ടെക്നിക്കലി എത്തി 7 ഏക്കറിലൊരു സ്പോർട്സിന്റെ ഹബ്ബ് പുതുപ്പള്ളി തുടങ്ങാൻ ഒരാളുമായിട്ട് ധാരണയായിട്ടാണ് ഞങ്ങൾ. ഇപ്പം ഈ 2 വർഷത്തെ പ്രവർത്തനങ്ങളെ ഉമ്മൻചാണ്ടി സാർ പണ്ട് പറയുന്നുണ്ട്, അതായത് ഓൺലൈൻ ലോട്ടറി നിരോധിച്ചു, അതിൻ്റെ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി നിരോധിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി നിരോധിച്ച സമയത്ത് അത് പെട്ടെന്ന് കുറേ പേരെ അത് ബാധിച്ചു. അപ്പോൾ ആ ഒരു തീരുമാനം എനിക്ക് റിഗ്രറ്റ് ആയി തോന്നിയെന്നും പിന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ള അത് തീരുമാനം മാറ്റിയെന്നും പറയുന്നുണ്ട്. ഇപ്പം ഈ 2 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് പിന്നീട് അത് തിരുത്തണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും? എനിക്ക് അവിടെ റിഗ്രറ്റ് റോഡുകളുടെ പ്രശ്നമാണ്. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഗവൺമെന്റിന്റെ കയ്യിലാണ്, പഞ്ചായത്തുകളുടെ കയ്യിലാണ്.
പക്ഷെ എനിക്ക് അതിൽ വളരെ ഒരു പശ്ചാത്താപമുണ്ട്. നമുക്കൊരു ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല, പലപ്പോഴും അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അവരുടെയും പ്രശ്നമല്ല മൊത്തത്തിൽ, നമുക്ക് പല പല ഫാക്ടേഴ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം റോഡ്സിന്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടിയായിരുന്ന ചാണ്ടിമോഹൻ എങ്ങനെയായിരുന്നു ശരിക്കും പൊളിറ്റിക്കൽ, അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ വരാൻ നമുക്കൊരു പ്രായമാവുമല്ലോ, അതിന് മുമ്പുള്ള? ഞാൻ ഒരു 92 തൊട്ട് എനിക്ക് പൊളിറ്റിക്സ് ഇൻട്രസ്റ്റഡ് ആണ്. 92 ഒരു വർഷം കൂടെ മുന്നേ ആയിരിക്കും ചിലപ്പം. രാജീവ് ഗാന്ധിയുടെ മരണമാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ അത് പൊളിറ്റിക്സിലും ഇൻട്രസ്റ്റ് ജനിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പണ്ടൊരു ഷോ ഉണ്ടായിരുന്നു, വേൾഡ് ദിസ് വീക്ക്, പ്രണോ റോയുടെ, NDTV തുടങ്ങുന്നതിന് മുമ്പ്. അത് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ വളരെ സൂക്ഷ്മം വാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കൊരു എന്താ പറയുക, ഒരു വേൾഡ് പൊളിറ്റിക്സിലേക്ക് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നത്. അതുപോലെ പൊളിറ്റിക്സിലേക്ക് ദിവസവും പത്രം വായന, 3 പത്രം വായിക്കുമായിരുന്നു. അതിപ്പം മനോരമ, മാതൃഭൂമി, കേരളകൗമുദി, 3 പത്രം, പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് പത്രം, അത് പിന്നീട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 3 പത്രം വായിക്കുക. കാരണം ഫാദർ മിനിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ പത്രങ്ങളും പിന്നെ സ്പോർട്സ് ഒരു വീക്കിലി ഉണ്ടായിരുന്നു, അതൊക്കെ വരുമായിരുന്നു. അതും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. സ്പോർട്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ താല്പര്യമുള്ള സ്പോർട്സ് സൈറ്റ് ഏതായിരുന്നു? അതിപ്പോ ഇന്ത്യ കളിക്കുന്ന ഏത് കളിയായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇന്ത്യയുടെ മാച്ച്, ഇന്ത്യ ജയിക്കണം എന്നുള്ളൊരു. ക്രിക്കറ്റ് മാത്രമല്ല, എനിക്ക് ടെന്നീസ്, ലിയാൻഡർ പേസും മഹേഷ് ഭൂതിയും കളിക്കുന്ന ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ഹോക്കി ഉണ്ടായിരുന്നു, കബഡി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇന്ത്യയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. സ്പോർട്സ് ഇഷ്ടമുള്ള ആളെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഒരു സ്പോർട്സ് വികാരം ശരിക്കും ക്രിക്കറ്റിലേക്ക് ഒതുങ്ങി പോകുന്നു? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഏത് ഒളിമ്പിക്സ് ഉണ്ടെങ്കിലും ഞാൻ അത്, പ്രത്യേകിച്ച് സ്കൂൾ സമയത്ത് അറ്റ്ലാന്റ ഒളിമ്പിക്സ് ആണെങ്കിലും സിഡ്നി ഒളിമ്പിക്സ് ആണെങ്കിലും ഞാൻ ഇന്ത്യയുടെ ഗെയിംസ് കാണുമായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊരു മെഡൽ കിട്ടണം. പക്ഷെ ഒരു മെഡൽ മാത്രമേ അത് അന്നൊക്കെ ചുരുക്കം. ഇന്നിപ്പോ നമുക്ക് വ്യത്യാസം വന്നു. ഞാൻ പറയുന്നത് നമ്മുടെ ഇനിയും വ്യത്യാസം വന്നു. നമ്മുടെ വേൾഡ് നമ്പർ 1, 2, 3 ആ ഒരു റാങ്ക് വരേണ്ട പൊട്ടൻഷ്യൽ ഉള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ തുടക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു എന്റെ ആഗ്രഹം. ഫ്യൂച്ചർ നമ്മുടെ ഇവിടുന്ന് ഒളിമ്പിക് വിന്നേഴ്സ് ഉണ്ടാവും. നമ്മുടെ കുട്ടികളുടെ മാനസിക ഇഷ്യൂസ് സോൾവ് ആവണം. ഡ്രഗ്സിന്റെ പ്രോബ്ലം, അത് ഏറ്റവും വലിയ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഇഷ്യൂ ആണ്, അത് സോൾവ് ആവണം. അങ്ങനെ പല കാഴ്ചപ്പാടിലാണ് ഈ സ്പോർട്സ് എന്ന ഐഡിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ചെറുപ്പക്കാരും കൊണ്ട് വിദേശം പോവുക, അതിന് വരെ ഇവിടെ തന്നെ അവർ നിർത്തുവാനുള്ള സാഹചര്യം എടുക്കണം. അങ്ങനെ നമുക്ക് സ്പോർട്സിനെ ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്താൽ മറ്റുള്ള ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതിനകത്ത് വരുന്നില്ല. മറ്റു ഇൻഡസ്ട്രി പല ഇഷ്യൂസ് ഉണ്ട്, നോക്കൂലി അല്ലെങ്കിൽ വേറെ പണി മുടക്ക്, സ്പോർട്സിനെ അത് ബാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരത് ഇൻവോൾവ് ആകുമ്പോൾ അതൊരു വലിയ പോസിറ്റീവായിട്ട്. സ്പോർട്സിൽ ഈ ഭാഷയും അല്ലെങ്കിൽ വർണ്ണം അങ്ങനത്തെ വേറെ എല്ലാത്തിനെയും മറികടക്കുന്ന ഒരു റിലിജിയനാണ് സ്പോർട്സ്. അത് ആ ഒരു സ്പോർട്സിന്റെ ഒരു സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്ക് കേരളത്തെ മാറ്റാൻ പറ്റും. സ്പോർട്സിനെ കുറിച്ച് ഇത്ര വാദപരമായി സംസാരിക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ പങ്കെടുത്തുള്ള സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ? 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സും ഒക്കെ കൊച്ചുകുട്ടിയായിരുന്നു. എനിക്കൊരു അത്രയും സ്പീഡ് ഓടാൻ പറ്റിയില്ല. അപ്പൊ പങ്കെടുത്ത് ഞാൻ പോകുന്നുള്ളതല്ലാതെ സ്പീഡിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതലുള്ള ആൾക്കാർ പറയുന്നത്. അത് നടക്കുന്നുണ്ട്, ഓടുന്നില്ല. പിന്നെ ക്രിക്കറ്റ് കളിക്കായിരുന്നു, ഫുട്ബോള്, ഈ 2 ഗെയിംസ് എന്തായാലും, ബാഡ്മിന്റൺ, ഈ 3 ഗെയിംസ് ആണ്. ഇപ്പം ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് കളി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് താരം ഐറ്റം ഒന്നും നോക്കണ്ട, സച്ചിൻ. ക്രിക്കറ്റിലാണെങ്കിൽ ഞാനും തൊട്ട് മുമ്പ് കപിൽ ദേവ് ആയിരുന്നു. ഓഹ്, ഹീറോ ആയിരുന്നു അല്ലേ? കണ്ടിട്ടുണ്ടോ സച്ചിനെ? സച്ചിനെ കണ്ടിട്ടുണ്ട്. സച്ചിൻ വളരെ നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം ഈ 2015 നാഷണൽ ഗെയിംസ് അപ്പ CM ആയിരുന്നപ്പോഴാണ് നടന്നത്. വലിയ സന്തോഷമായിരുന്നു. സച്ചിൻ അവിടെ ഞങ്ങളോടൊപ്പം വന്നു, ഞങ്ങളോടൊപ്പം ഇരുന്നു. പോകുന്ന നേരത്ത് വലിയ സ്നേഹം പ്രകടിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. 2015 അതിനുശേഷം ഞാൻ അതിനുശേഷം ഒരു ഫുട്ബോൾ മത്സരം നവി മുംബൈ കാണാൻ പോയി. കേരള ഫുട്ബോളിന്റെ ഒരു മാച്ച് ആയിരുന്നു, ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ അന്ന് സച്ചിൻ അവിടെ വന്നു, വീണ്ടും ഞങ്ങൾ പരിചയം പുതുക്കി. അപ്പം വളരെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഞാൻ നമ്മളൊരു ഐഡിയൽ ആയിട്ട് കണ്ട ആളെ നേരിട്ട് കാണുമെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. കാരണം നമ്മള് അന്ന് പ്രത്യേകത വെച്ചാല്, ഞാൻ ചെറുപ്പം തൊട്ടേ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണാണ്. ഈ സച്ചിൻ ഔട്ടാകാതിരിക്കാൻ ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു. അതൊക്കെ നമ്മള് മറക്കാതെ. പറഞ്ഞിട്ടുണ്ടോ പുള്ളിയോട്? അത് ഇല്ല പറഞ്ഞില്ല, അതിനുള്ള സമയം കിട്ടിയില്ല അല്ലേ? പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ സ്പോർട്സ് ഒക്കെ? അത്ര ഞാൻ സ്പോർട്സ്, ഫുട്ബോൾ വേൾഡ് കപ്പ് അത് ഫോളോ ചെയ്യും. അങ്ങനെ ഒളിമ്പിക്സ്, ഇന്ത്യയുടെ ഗെയിംസ് ഞാൻ ഫോളോ ചെയ്യും. മെസ്സിനെ കുറിച്ച് പറഞ്ഞോണ്ടേ, മെസ്സി ഫാനാണോ?
മെസ്സി ഇഷ്ടമാണ്. അപ്പൊ ശരിക്കും ആരുടെ ആരാധനാണ്? ഇപ്പൊ നമ്മൾ കമ്പാരിസൺ നോക്കുമ്പോൾ മെസ്സി റൊണാൾഡോ എന്നാണല്ലോ പറയാ. അല്ല, അത് അർജന്റീന തന്നെ. അർജന്റീനയാണ്. അർജന്റീന ഫാനാണ്. പക്ഷെ എന്റെ ആഗ്രഹം, പക്ഷെ അർജന്റീന, ഇന്ത്യ ഒരു ദിവസം ആ ഒരു ലെവലിലേക്ക് ഉയർത്തുന്നത് നമ്മുടെ ആഗ്രഹം. കാരണം ഇന്ത്യയിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട്, അതൊരു ദിവസം നടക്കും. ബോക്സിങ് എപ്പോഴാണ് ലൈഫിലേക്ക് അതൊരു താല്പര്യം? ബോക്സിങ് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ചെറുപ്പം തൊട്ട് എനിക്ക് സ്പോർട്സിനോട് വലിയ ഇൻട്രസ്റ്റ്. ഞാൻ ബോക്സിങ് മത്സരങ്ങളും കാണുമായിരുന്നു, ഇന്ത്യൻ ബോക്സേഴ്സിന്റെ. നമ്മുടെ ഒരു മണിപ്പൂരിൽ നിന്നുള്ളൊരു മേരികോം, അപ്പൊ അവരുടെയൊക്കെ വല്ല മെഡൽ വിന്നിങ് അതെനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ രക്തലിന് പോയപ്പം ഇത് കണ്ടപ്പോ എനിക്ക് ഇൻട്രസ്റ്റ്, അങ്ങനെയാണ് ഇതൊന്ന് ട്രൈ ചെയ്താലോ. ചെറുപ്പത്തിലുള്ള ഇൻട്രസ്റ്റ് ആണല്ലോ, അങ്ങനെ അത് എടുത്തതാണ്. പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? ഒരാഴ്ച എടുത്തു, പിന്നെ യാത്രയായി, പിന്നെ തിരിച്ചു വന്ന് തുടങ്ങണം. ഈ ഓട്ടത്തിന്റെ കാര്യം പറയുമ്പോ നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് 3000 വീടുകള് സ്വയം നടന്ന് പ്രചാരണം നടത്തി എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല, കാരണം ഞാൻ 25 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം നിങ്ങൾ അറ്റൻഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് കൗണ്ട് ചെയ്ത് എന്താ കൗണ്ട് ചെയ്യാനും കൗണ്ട് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് 3000 വീട് കയറുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കൗണ്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 25 വർഷത്തിൽ എല്ലാ ബൈ ഇലക്ഷൻസും മിക്കവാറും ഒരു 90% ബൈ ഇലക്ഷൻസും 90% ഇലക്ഷൻസും, എല്ലാ ഇലക്ഷൻസും, ബൈ ഇലക്ഷൻ 90% എന്ന് പറയാം, എല്ലാ ഇലക്ഷൻസും ഞാൻ വീട് കയറ്റവും അങ്ങനെയുള്ള പ്രവർത്തനമായിട്ട് തന്നെ തെരുവ് നാടകം നടത്തിയിട്ടുണ്ട്. കേരളത്തില് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ തെരുവ് നാടകം നടത്തി, അതിൽ രാഹുൽ ജി പങ്കെടുത്തു. ഞാൻ എത്രയോ നാളുകളായി ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇതെന്നെ സംബന്ധിച്ചൊരു പുതിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ അറ്റൻഷൻ വിടും എന്നുള്ളത് മാത്രമേ. ഉമ്മൻചാണ്ടി സാറ് എന്ന് പറയുന്ന ഒരു ഐഡൽ അല്ലെങ്കിൽ ആ ലെജൻഡറി മനുഷ്യൻ എപ്പോഴും നമുക്ക് ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിനെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ ഈ 2 വർഷം? ചാൻസ് കുറവാണ്. അതിപ്പം സ്വാഭാവികമായിട്ടും ഒരാളുടെ രീതി ആയിരിക്കത്തില്ല അടുത്തയാളുടെ, എൻ്റെ രീതി ആയിരിക്കില്ല എൻ്റെ വേറൊരാൾ. അതൊരിക്കലും എക്സ്പെക്ടേഷൻ, ജനറേഷൻ ഗ്യാപ്പ് കാണും. ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം കാണും, പക്ഷെ പ്രായമായിട്ടുള്ളവർക്ക് ചൂട് എക്സ്പെക്ടേഷൻ കാണും, സ്വാഭാവികമാണ്. ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ റിയൽ പൊളിറ്റിക്സും ഉണ്ട്, റിയൽ പൊളിറ്റിക്സും ഉണ്ട്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന MLA അല്ലെങ്കിൽ പൊളിറ്റീഷ്യന് ഇതിൽ ഏതാണ്? ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതന്നെയാണ്. അപ്പോൾ അതിനെ റിയൽ ടൈപ്പ് ആക്കുന്നതിനോട് വിമുഖത അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അല്ല, റീൽസൊക്കെ നമ്മൾ ഇടാറുണ്ടല്ലോ, അതിപ്പോൾ എല്ലാവരും ഇടാറുണ്ട്, അതിനകത്തിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു വിഷയം. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കും ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കാന്ന് പറഞ്ഞു. ഈ 3000 വീടുകൾ കവർ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ ഇവരുടെ റെസ്പോൺസ് എന്തായിരുന്നു ശരിക്കും? എല്ലായിടത്തും വലിയ സ്നേഹവും കരുതലും. അതിനകത്ത് CPM എന്നോ BJP എന്നോ കോൺഗ്രസോ ഒന്നുമില്ല, എല്ലാവരും മുസ്ലിം, എല്ലാവരും ഒരേ മൈൻഡിലാണ് നമ്മളെ സ്വീകരിച്ചത്. അത് വലിയ സന്തോഷമുണ്ടായി. ഇടക്കര നമ്മുടെ ഒരു നാട് പോലായി മാറി. 10 ദിവസം നിന്നുള്ളെങ്കിലും ആ 10 ദിവസം കൊണ്ട് നമ്മുടെ ഒരു സ്വന്തം സ്ഥലം എന്നൊരു ഫീലിംഗ് അവിടുന്നുണ്ടായി. പ്രത്യേകിച്ച് നമുക്ക് നിലമ്പൂർ എന്ന് പറയുമ്പോൾ കുറച്ച് മലയോര മേഖലകളൊക്കെ ഉൾപ്പെട്ട സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ ഈ നടന്നു കയറുക അല്ലെങ്കിൽ കൂടി ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്? എനിക്കത് പ്രശ്നം, ഞാൻ 4000 കിലോമീറ്റർ എല്ലാ ടെറൈനും എല്ലാ ടെമ്പറേച്ചറിലും ചെരുപ്പില്ലാതെ നടന്നിട്ടുള്ളതാണ്. എനിക്ക് പ്രശ്നം തോന്നിയിട്ടേ ഇല്ല. ചെരുപ്പില്ലാതെ നടക്കുന്നതാണ് സൗകര്യം, ചെരുപ്പിടുന്നതായിരുന്നു പ്രശ്നം അവിടെ. പക്ഷെ ചെരുപ്പിടാതെ പോകാൻ അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് ഇപ്പൊ ഈ ചെരുപ്പിടാതെ നടക്കുന്നത് തുടക്കകാലത്ത് അതിന്റെ പേരിൽ വിമർശനങ്ങളൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും, പക്ഷേ എന്റെ സൗകര്യമല്ലേ ഞാൻ നോക്കുന്നത്. എനിക്ക് സൗകര്യമല്ലേ ഞാൻ ചെയ്യുള്ളൂ. കാരണം എനിക്ക് ചെരുപ്പിട്ടിട്ട് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുന്നതാണ്. ദിവസം 29 കിലോമീറ്റർ അല്ലെങ്കിൽ 25 കിലോമീറ്റർ 20 കിലോമീറ്റർ പോകുമ്പോൾ സ്വാഭാവികമല്ലേ. പിന്നെ ചെരുപ്പിടാതെ നടക്കുന്നതാണ് ഏറ്റവും സൗകര്യം. ഞാൻ കൊല്ലം എത്തിയപ്പോൾ കണ്ടെത്തി, അതുകൊണ്ട് ഞാൻ പിന്നെ ഫോളോ ചെയ്തു. അടിപൊളി. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ചാണ്ടിയമ്മന്റെ എല്ലാ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴും ആൾക്കാർ റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാനത് ചോദിക്കില്ല എന്ന് ഉറപ്പിച്ചാണ് വന്നത്. അപ്പൊ പുറത്തിരിക്കുന്ന കൂടെയുള്ള ആൾക്കാർ തന്നെയാണോ നിങ്ങൾ ഈ കാര്യം ചോദിക്കുമെന്ന് പറയുന്നത്? പുറത്തിരിക്കുന്ന ആരെന്ത് പറഞ്ഞാലും ചെയ്യില്ല. പക്ഷെ അവർക്കൊരു കൗതുകം ഉണ്ടാവില്ല, അവർക്ക് നേരിട്ട് ചോദിക്കാൻ ചിലപ്പോ ഞാൻ ചോദിച്ചില്ല. ഇതിന് ചോദ്യം നേരത്തെ മനസ്സിലാക്കിയില്ലേ? ഞാൻ ചോദിക്കാൻ പോകുന്നത് കല്യാണത്തിന് ഞാൻ തിരിച്ചൊരു ഇൻക്വസിറ്റി വേണ്ടി ഞാൻ ചോദിച്ചതേ. ആ ചോദ്യങ്ങൾ എങ്ങനെ നേരിടാന്ന് മാത്രം അതൊക്കെ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ സമയം 9 മണി സമയത്താണ് സംസാരിക്കുന്നത്. ഇനി ഒരു 2 കല്യാണം ഒരു മരണം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ടൈം ഷെഡ്യൂൾ ഒന്നുമില്ല ഒരു ദിവസത്തിന്? ടൈം ഷെഡ്യൂൾ ഇല്ല, എപ്പോൾ വേണമെങ്കിലും പരിപാടികൾ വരാം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം പോകത്തില്ല. ഒരു സ്ഥലത്ത് ചെന്നാൽ തന്നെ ആൾക്കാരെ കാണണം, ആൾക്കാരോട് മിങ്കിൾ ചെയ്യണം, പെട്ടെന്നൊരു ആക്സിഡൻറ്റോ അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യാം. ഇച്ചിരി താമസം എനിക്കൊരു സുഖമില്ലാതെ വന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒന്ന് സ്ലോ ആയത്, അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ. ഇപ്പം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിയിൽ ജയിച്ച സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു മൊമെന്റിനെ കുറിച്ച് അച്ചൂമ്മൻ ഒരു രസകരമായിട്ടൊരു സംഭവം പറയുന്നുണ്ടായി. അതായത്
ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി DD ആയിട്ട് ഫ്രണ്ടിലുള്ള റോയിലുള്ള ആൾക്കാരെ തട്ടി പുറത്തിട്ടു വന്നു. എന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവര് ഉറുമ്പും കൂടെ എടുത്ത് കൂട്ടത്തിലിട്ടു. അദ്ദേഹം 2011 CM ആയി ജയിച്ചപ്പോഴുള്ള സാഹചര്യം അത് ഭയങ്കര ഇടിയായി. അപ്പൊ ഒരാൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഉറുമ്പെടുത്തിട്ട് കൊടുത്തു. അങ്ങനെ എന്തെങ്കിലും രസകരമായ ചാണ്ടിയുമ്മൻ MLA ആയതിനു ശേഷം അങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും? ഒരാൾക്ക് ഞാൻ MLA ആവുന്നതിന് മുമ്പ് ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു പക്ഷെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഞാന് ഈ പള്ളി നിൽക്കുക, അപ്പൊ പള്ളി വെച്ച് പ്രതികരിക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്ന് പ്രതികരിച്ചു കഴിഞ്ഞപ്പോ ഒരാൾ ഷോള് കേട്ട് എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു കൈയുണ്ട്, കാരണം ഞാൻ സ്ഥാനാർത്ഥിയല്ലല്ലോ, പാർട്ടി തീരുമാനിക്കുക ഞാൻ സ്ഥാനാർത്ഥിയല്ല, ഞാൻ കൈയുണ്ട് ഇങ്ങനെ തട്ടിമാറ്റി. അതോടെ വലിയ വിവാദമായി. അയാളെ അവമാനിച്ചു എന്നും പറഞ്ഞ് പ്രത്യേക ഒരു ചാനലുണ്ടല്ലോ, ആ ചാനൽ പിന്നെ അത് മൊത്തം അതായത് അവരുടെ ഇടപെടൽ. ഈ വിവാദങ്ങളെ അവിടെ എങ്ങനെയാണ് ശരി? ചാണ്ടിയുമ്മൻ എങ്ങനെയാണ്? ഭയങ്കര സൗമ്യശീലനായിട്ടാണ്, പക്ഷെ എപ്പോഴെങ്കിലും ഈ വിവാദങ്ങളോട് അതല്ല. ഇപ്പൊ എന്താ അറിയോ, ഇപ്പൊ ഒരു സൈബർ ആർമി ഉണ്ട്, വെറുതെ ആളുകളെ ആക്രമിക്കുന്ന ഒരു പരിപാടിയില്ല. അത് ഞാൻ 21 തൊട്ട് ഞാൻ കാണുന്ന കാര്യം. എന്റെ പിതാവിനെ ആക്രമിച്ചു, രമേശ് ചെന്നിത്തലയെ ആക്രമിച്ചു, ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നോക്കി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നു, ഉമ്മേച്ചിയെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തനം നടത്തുക. അപ്പൊ അങ്ങനെ ഒരു സൈബർ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നൊരു ഒപ്പീനിയൻ. ഈ പൊളിറ്റീഷ്യൻസ് പൊതുവെ കുറെ കൂടി അലർട്ട് ആവണം എന്നുള്ള, ഇപ്പം റീസെൻ്റ്ലി നടക്കുന്ന, ഞാൻ വിഷയത്തിലേക്ക് വരുന്നില്ല, റീസെൻ്റ്ലി നടക്കുന്ന ചില വിവാദങ്ങൾ ചാണ്ടിയുമ്മൻ അറിയാമല്ലോ, അപ്പോൾ അവരൊന്നുകൂടി അലർട്ട് ആവണം എന്നുള്ളത് തന്നെയാണോ? അല്ല, വളരെ സൂക്ഷ്മതയോടാണ് സമൂഹം നമ്മളെ നോക്കുന്നത്. ഇപ്പം നമ്മളും ആ ജാഗ്രത ഉണ്ടാവും. ഞാൻ ആ ജാഗ്രത എൻ്റെ പിതാവിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ആ ജാഗ്രത ഞാൻ പുലർത്താറുണ്ട്. ഒരിക്കൽ പോലും ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ പോകുന്ന സമയത്ത് അവരോടൊന്ന് ഷൗട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും, നമുക്ക് ഇമ്പൾസീവായിട്ട് ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ? ഇല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ, നമ്മളാരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ആൾക്കാരെല്ലാം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രഷർ നമുക്കെല്ലാം ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതൊരു വലിയ പ്രഷറാണ്. സ്പോർട്സിനപ്പുറത്തേക്ക് യാത്രകൾ ഒത്തിരി ഇഷ്ടമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ യാത്രകൾ ഇപ്പോൾ പൊളിറ്റിക്കൽ റിലേറ്റഡ് അല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള യാത്രകൾക്ക് സമയം കിട്ടാറുണ്ടോ? ഇല്ല, യാത്ര പൊളിറ്റിക്കൽ ആണെങ്കിലും വ്യക്തിപരമാണ്. എൻ്റെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും ഇറ്റ്സ് മൈ പേഴ്സണൽ ഡിസിഷൻ ടു ട്രാവൽ. അതുകൊണ്ട് അങ്ങനെ വ്യത്യാസമില്ല. ഞാൻ മിക്കവാറും പോകുന്നതെല്ലാം അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഞാൻ ട്രാവൽ ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ഒന്നുകിൽ എൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സർവ്വമത സമ്മേളനം, ശ്രീനാരായണ ഗുരുദേവൻ്റെ 100 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സർവ്വമത സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിപാടി നടത്തുന്നുണ്ട്. വത്തിക്കാനിൽ നമ്മൾ സംഘടിപ്പിച്ചു, ലണ്ടനിൽ സംഘടിപ്പിച്ചു, ഇപ്പോൾ ദുബായിൽ നിന്ന് വന്ന് ഞാൻ രാവിലെ വന്നേ ഉള്ളൂ. ദുബായിൽ ആ പരിപാടി കഴിഞ്ഞു. ഇനി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ സംഘടിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു വൈഡർ സ്കെയിലാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പം പൊളിറ്റിക്കലും പേഴ്സണലും എന്നൊരു വ്യത്യാസമില്ല. ഒരു ഇന്റർവ്യൂവിലെ ചാണ്ടിയുമ്മൻ ഈ പറഞ്ഞ പോലെ അപ്പനോട് ഒരു കാര്യം പറയാണ്ട്, പക്ഷെ അപ്പൻ അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൻ സ്ട്രെയിൻ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ ചാണ്ടിയുമ്മൻ പറയുന്നുണ്ട്, അപ്പനോട് സ്ട്രെയിൻ എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള. അപ്പൊ ചാണ്ടിയുമ്മൻ MLA ഫേസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും ആരെങ്കിലും പറയാറുണ്ടോ? അല്ല, ഹെൽത്ത് നോക്കണമെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ അതങ്ങോട്ട് ഫുള്ളി അറിയാമല്ലോ നമുക്ക്. എനിക്ക് സത്യം പറയാൻ ഒത്തിരി ട്രാവലായി, അപ്പോൾ അതിൻ്റെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഡയറ്റ് പ്ലാനുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? പ്ലാനൊക്കെ കണക്കാ. എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം? എന്താണ് നോർമലി? അല്ല, ഞാൻ പറയാം, എൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി, ഞാൻ എവിടെ ചെന്നാലും ആ സ്ഥലത്തെ അവരായിട്ട് നമ്മൾ ഒന്ന് ചേർന്ന് നിൽക്കും. അപ്പം എനിക്ക് ഐ ഡോണ്ട് മൈൻഡ് എനിത്തിങ്. പക്ഷെ നാട്ടിലാണെങ്കിൽ കഞ്ഞിയും പയറും തന്നെ നമുക്ക്, ഞങ്ങളുടെ വീട്ടിൽ ദിവസവും കഞ്ഞിയും പയറുമായിരുന്നു. നമുക്ക് അത് തന്നെയാണ് പ്രിഫറൻസ്. പക്ഷെ ഇപ്പൊ ഇവിടെ ആരും വെക്കാൻ പോലും ഇല്ല, അതുകൊണ്ട് ഏത് ഫുഡായാലും കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷൻ ആണല്ലേ. ഇപ്പൊ നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് അവിടെ ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹം വെച്ചുകൊണ്ട് ഒരു വണ്ടിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടു. അതിന്റെ പിന്നിൽ എന്താണ്? അതല്ല, അതൊരു ആൾ ഉണ്ടാക്കി എനിക്ക് തന്നെ ഒരു വൈകാരികമായ അടുപ്പം തോന്നിയോ അതിനോട്? അത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അതവിടെ ഇരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാർ മരിക്കുന്ന സമയത്ത് അന്ന് പുതുപ്പള്ളി പള്ളിയിൽ ചാണ്ടിയുമ്മൻ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. കണ്ണ് കലങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ അപ്പയ്ക്ക് വയ്യ എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ്? 15 തൊട്ട് ഈ അസുഖം റിക്കർ ചെയ്യുന്നുണ്ട്. 15 വന്നു, 19 വന്നു, 22 വന്നു. പക്ഷെ ഇതിലൊന്നും 15, 19 അത്രയും ഒരു സ്ട്രെയിൻ ഇല്ലായിരുന്നു. പക്ഷെ 22 അതൊരു അദ്ദേഹത്തിന് ഇമോഷണൽ സ്ട്രെയിനും ഫിസിക്കൽ സ്ട്രെയിനും ഒക്കെ ആയിട്ട് അത് മാറി. നമ്മളെ ഒരു
ഒരു ഹരാസ്മെന്റിലേക്ക് അത് എത്തി. അതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം. ഓ, അത് ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് 100%. അത് യൂസ് ചെയ്തവർ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് അത് മാന്യത നടിച്ച് നടക്കുന്നുമുണ്ട്. എപ്പോഴേലും അപ്പം അത് പേഴ്സണലായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമോ? അല്ല, അദ്ദേഹം അങ്ങനൊന്നും പറയുന്ന ആളല്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം. അത് പക്ഷേ അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യാനല്ല അത് ഉപയോഗിച്ചത്. ഞാൻ അവിടെ നിർത്തുന്നു. സിനിമകൾ കാണാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, ഇടയ്ക്ക് കാണാം. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര യാത്രയായതുകൊണ്ട് ഒട്ടും നടക്കുന്നു. ഇഷ്ടപ്പെട്ട റീസെന്റ് കണ്ട സിനിമയോ അങ്ങനെ എന്തെങ്കിലും? ചില ഫിലിംസ് വളരെ നമുക്ക് സ്ട്രെയിൻ തരുന്ന ഫിലിമാണ്. നമുക്ക് നല്ലൊരു മൂഡിന് വേണ്ടി പോയിട്ട് അങ്ങനെയുള്ള സിനിമകൾ ഒഴിവാക്കുമോ സ്ട്രെയിൻ തരുന്നത്? ഒഴിവാക്കും. കാരണം ആവശ്യത്തിന് സ്ട്രെയിനുണ്ട്. കാരണം വയലൻസിൻ്റെ ഒരു ഇറയായിട്ട് അങ്ങ് മാറുക. അത് എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വയലൻസ് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത്രയും വയലൻസ് എങ്ങനെ കാണിക്കും? പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് അൺബിലീവബിൾ ആണ്. ചില സിനിമകൾ കണ്ട് എനിക്കത് ഒരു ഡിസ്ബിലീഫായി പോയി, അങ്ങനെ ഒരു ഫിലിം എടുത്തല്ലോ എന്നത്. കോൺഗ്രസിലാണെങ്കിൽ ഇപ്പം യുവാക്കളായിട്ടുള്ള ഒരു ഒത്തിരി രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നല്ല. ഇപ്പൊ പ്രതിപക്ഷത്തേക്ക് നോക്കുകയാണെങ്കിലോ പ്രതിപക്ഷത്തിലുള്ള നേതാക്കളുമായിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ചല്ലേ ക്രിക്കറ്റൊക്കെ കളിക്കുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് പോയല്ലോ. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ശൈലാന്ന് തോന്നുന്നു. പിണറായി വിജയനെ കുറിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചാണ്ടി ഉമ്മൻ MLA സംസാരിച്ചു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഞാനൊന്നും കുറച്ച് കൂടുതലായിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു വളരെ ഒരു വിഷമത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാളുടെ ചെറിയ ജസ്റ്റർ പോലും വലിയ ഇമ്പാക്റ്റ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട്. അപ്പം ഞാനത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊന്നും അത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യം. വ്യക്തിപരമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് സിയുമായിട്ടുള്ളത്? ആ സമയത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യത്തിലെടുത്ത നിലപാട് വളരെ മാന്യതയുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇപ്പോൾ അവസാന നാളുകളിൽ ചാണ്ടിമൻ്റെ അടുത്ത് പറഞ്ഞത് നിമിഷപ്രിയയുടെ കേസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കുറച്ച് വിവാദങ്ങളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കറന്റ് ആ വിഷയത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? അല്ല, എന്താ വിവാദം എനിക്കറിയില്ല. കാരണം അതിനകത്തൊരു വിവാദത്തിന് സ്കോപ്പില്ലല്ലോ. ഇല്ല 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 നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ആ കുട്ടിയെ ജയിലിൽ അടച്ചിരിക്കുന്നു. ഇവിടെ ഒരുമിച്ച് ഒരു ശ്രമം നടക്കുകയാണ് എല്ലാവരും ചേർന്ന്. അതിനകത്ത് വിവാദത്തിന് സ്കോപ്പില്ല. എല്ലാത്തിനും വിവാദം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് വിവാദം അതിനകത്തുള്ളത്? എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. ഇതിനകത്ത് ഉൾപ്പെട്ട എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. എല്ലാവരും നമ്മൾ മാനിക്കുന്നു, എല്ലാവരും നമ്മൾ ആദരിക്കുന്നു. ആ ഒരു വിഷയത്തോട് അപ്പയ്ക്ക് ഒരു ഇമോഷണൽ അടുപ്പം ഉണ്ടാവാനുള്ള കാരണം എന്താ? അതെനിക്കറിയില്ല. അദ്ദേഹത്തിന് മാത്രമല്ല അറിയുള്ളൂ. അദ്ദേഹം എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു അത്ഭുതമായിരുന്നു എനിക്കും അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ അഡ്വൈസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ അപ്പം എപ്പോഴെങ്കിലും? വളരെ ചുരുക്കം മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. ആ ചുരുക്കം സംസാരിക്കുന്നതിൽ അദ്ദേഹം അങ്ങനെ തന്നെ നീക്കുമായിരുന്നു. ഈ കോളേജിലെ പൊളിറ്റിക്സ് ഒക്കെ ഇപ്പോൾ NSU കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ 2004 ഡൽഹിയിൽ പോയത്. പക്ഷെ ഞാനിവിടെ 2000 തൊട്ട് ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഞാൻ പ്രചരണം തുടങ്ങിയായിരുന്നു. ഇതെൻ്റെ 25ാം വർഷമാണ്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ അവസരം കിട്ടി അവിടെയൊക്കെ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഡൽഹി ആണെങ്കിൽ ശരി. അത് 2008 ഡൽഹി ഇലക്ഷൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 2014 വരെ കേരളത്തിലാണ് പ്രവർത്തിച്ചത്. 2019 തൊട്ട് ഇന്ത്യയിലൊട്ടൊക്കെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യും. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ അഭിപ്രായം അല്ലാതെ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ടായിട്ടും പാർട്ടിക്കൊപ്പം നിന്ന സാഹചര്യങ്ങളുണ്ടോ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെയൊക്കെ പല സാഹചര്യം കാണുമല്ലോ. അത് ഞാനും പാർട്ടിയായിട്ടുള്ള കാര്യമില്ല. 2 വർഷം ആവാൻ പോകുന്നു MLA ആയിട്ട്. ഇതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു മൊമെന്റ് പറയാൻ പറ്റിയ ഈ 2 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ പറഞ്ഞാൽ എൻ്റെ ഒരു ടർഫ് ഞാൻ തുടങ്ങി, അത് പൂർത്തീകരിച്ചു, ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. ഇനിയും ടർഫിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നി ഇന്നലെയാണ്. ഞാൻ ദുബായി പോയപ്പോൾ ഒരു എഗ്രിമെന്റ് ആ ഒരു ഈ സ്പോർട്സിന്റെ ഹബിലേക്ക് കേരളത്തെ വളർത്തുവാൻ വേണ്ടി, പുതുപ്പള്ളിയെ വളർത്തുവാൻ വേണ്ടി ഉള്ളൊരു തീരുമാനം ഇന്നലെ ഉണ്ടായി. അത് ഞാൻ പറയും, 7 acres ഓഫ് ലാൻഡിൽ ഇവിടെ ഒരു സ്പോർട്സിന്റെ വലിയൊരു ഹബ്ബ് വരിക. അതെന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വീടുകൾ അത് പൂർത്തീകരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. അത് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഈ വീടുകളുടെ കേസ് പറഞ്ഞപ്പോഴേ അത് ഉമ്മൻചാണ്ടി ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഇന്റർമീഡിയറ്റ് കണ്ടുപിടിച്ച് സ്പോൺസറിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ കോൺട്രാക്ടറിന് കൊടുക്കുന്നു, എന്നിട്ട് അവർ ചെയ്യുന്നു. ഞാൻ ഇൻവോൾവ് വളരെ ടെക്നിക്കലി മാത്രമേ ഞാൻ ഇൻവോൾവ് ആകുന്നു. ഏകദേശം എത്രത്തോളം വീടുകൾ? നമ്മൾ 12 വീട് രാഹുൽജി വന്നപ്പോൾ കൊടുത്തിരുന്നു. 11 വീട് രാഹുൽജി, 1 വീട് PKC വേണമെങ്കിൽ കൊടുത്തിരുന്നു. ബാക്കി 38 വീടാണ് നമുക്ക് തീർക്കാൻ പറ്റും പുതുപ്പള്ളി മണ്ഡലത്തിൽ. അതെ, പുതുപ്പള്ളി മണ്ഡലത്തിൽ കേരളത്തിലോട്ട് 1 വീട് കന്യാകുമാരി. ഓക്കെ,
ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പേരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിൽ, എപ്പോഴെങ്കിലും അപ്പേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊടി വരാറില്ല. ഇല്ല അങ്ങനെ വിളിപ്പിക്കേണ്ട സാഹചര്യം എപ്പോഴെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെ ഒരു അമ്മയെ വരത്തുള്ളൂ, എന്ത് തോന്നാലും അമ്മയേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരു പേരന്റ് എന്ന നിലയ്ക്ക് എവിടെയും പുള്ളി അവസാനം കോളേജ് സമയത്ത് ഞാൻ പിടിച്ചോണ്ട് പോയത്. പോയാ? ഞാൻ കോളേജിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ സെന്റ് സ്റ്റീവൻസ് വേണ്ടി പോയപ്പോൾ അന്ന് ഞാൻ എൻ്റെ റൂം കാണിക്കാൻ കൊണ്ടുപോയി. വന്നുകൂടെ? വന്നു. ഈ ഫാദറിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താ ശരിക്കും? ജനസമ്പർക്കം തന്നെ. 50 വർഷക്കാലം ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ജനസമ്പർക്കം. അതിനൊരു പേരിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? പേരിൻ്റെ ആവശ്യമില്ല. ജനസമ്പർക്കം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുമായി സദാസമയം ഉണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അപ്പോൾ അത് തുടരാൻ ഉള്ള ഡ്യൂട്ടിയാണ് എനിക്ക്. ഞാനിവിടെ ഉള്ള ദിവസം എല്ലാ ആൾക്കാരെ കാണും. ഞായറാഴ്ച എന്നൊരു ദിവസമല്ല, ഉള്ള എല്ലാ ദിവസവും ആളെ കാണുന്നതാണ് എൻ്റെ പോളിസി. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അവധി എടുക്കണം എന്നൊക്കെ തോന്നില്ലേ? അദ്ദേഹം ഒരു അവധി എടുത്തിരുന്നില്ല. എൻ്റെ അടുത്ത് ഒരു പ്രശസ്ത കവിത്രി അതുപോലെ മോനെ അത് അപ്പയ്ക്ക് പറ്റും, മോനെ അങ്ങനെ ചെയ്യരുത് എന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവധി എടുക്കുന്ന ഒരു പ്രാക്ടിക്കലല്ല. എവിടെ ചെന്നാലും അപ്പയുടെ ഓർമ്മകളുള്ള സ്ഥലങ്ങളാണ്. അത് എല്ലാവരും അപ്പയെ കാണുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളനുസരിച്ച് എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു. ഈ പാട്ടുകൾ കേൾക്കാറുണ്ടോ? യൂട്യൂബിൽ എനിക്കൊരു സോങ് ഇതുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ പ്ലേ ചെയ്യും. അതിനകത്ത് റിലീജിയസ് സോങ്സ് ഉണ്ട്, ഫിലിം സോങ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഫാദറുമായി ബന്ധപ്പെട്ട 2-3 സോങ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കേൾക്കും. ഇപ്പോൾ റീസെന്റ് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഏറമ്മല് ഉയർന്നു എന്ന് പറഞ്ഞ സോങ് അല്ലേ? പാട്ട് പാടുമോ? അത് പാടിപ്പോ എനിക്ക് അങ്ങനെ വേർഡ്സ് അറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് 2 വരി നമുക്ക് വേണ്ടി. ഞാനൊരു പാട്ട് എപ്പോഴും പാടുന്നുള്ളൂ. അത് മിക്കവാറും വെണ്ണില ചന്ദനക്കിണ്ണമാണ്. അത് വേണോ അതോ അമ്പലപ്പുഴ വേണോ? അമ്പലപ്പുഴ. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഊതി വന്നു. ആളുകൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആൻസർ ചെയ്യാൻ ഒരു മടിയില്ല അല്ലേ? പല ചോദിച്ചു ഞാൻ തന്നില്ലല്ലോ മറുപടി. അല്ല, പാട്ട് പാടുന്ന പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ ഒരിക്കലും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമല്ല. ഞാനൊരു സാധാരണക്കാരൻ, അതുകൊണ്ടാണ്. നമ്മൾ വരുന്ന സമയത്തും കുറച്ച് പുറത്ത് വരുന്നു, ഗിഫ്റ്റുകൾ വരുന്നു, അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് ആളുകൾ വരുന്നു. ഇവരോടൊക്കെ മുഖം കറുപ്പിക്കാതെ സംസാരിക്കാൻ എങ്ങനെയാ പറ്റുന്നത്? ഈ വരുന്നവർ ഒത്തിരി സ്നേഹത്തോടാണ് വരുന്നത്. അവരോട് മറുത്തു പറയുമ്പം ഉള്ള പ്രശ്നം എനിക്കുണ്ട്, അവർക്കും ഉണ്ട്. 2, ഈ വരുന്നവരെന്റെ ബോസാണ്. ഞാൻ അവരുടെ മോശമായിട്ട് പെരുമാറിയാൽ എൻ്റെ ജോലി തെറിക്കും. നമ്മുടെ റിയൽ ഹീറോസ് അവരാണ്, ഞാനല്ല ഹീറോ. വരുന്ന വ്യക്തിയാണ് ഹീറോ എന്നുള്ള മനസ്സിൽ ബോധ്യമുണ്ടാവണം. അതാണ് എൻ്റെ ബോധ്യം. ഈ ബോക്സിംഗ് പഞ്ചിങ് പഠിക്കുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ലക്ഷ്യങ്ങളുണ്ടോ? അല്ല, ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് ഉപയോഗിച്ചാൽ കൊള്ളാന്നുണ്ട്. ആ ഒരു പേടിയോടെ എനിക്ക് മനസ്സിലായി. അത് എനിക്കിട്ടുള്ളതാണ്, എനിക്ക് മനസ്സിലായി. നമ്മൾ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. അല്ലെ ഞാൻ എടുക്കും അത്. ഈ മാധ്യമങ്ങളോടുള്ള അപ്രോച്ച് എന്താണ്? പാപ്പരാസികളെ കൂടാതെ ഞാൻ ചോദിക്കാം, പാപ്പരാസികൾ വേറെ? പറഞ്ഞില്ലല്ലോ. ഇല്ല, അത് ഞാൻ പല ഇന്റർവ്യൂ റെഫറൻസ് എടുത്തപ്പോഴേ പാപ്പരാസികളെ കുറിച്ച് ചാണ്ടിയുമ്മ MLA പറയുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. പാപ്പരാസികളിലേക്ക് ഞാൻ പിന്നെ വരാം. പാപ്പരാസി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെ പേടിക്കുന്നത്. എനിക്ക് പേടിയില്ല. അല്ല, ഇപ്പൊ പൊതുവെ അപ്പേ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ മാധ്യമങ്ങളോടുള്ള അപ്രോച്ചിൽ അത് എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ശരിക്കും? വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ ചിലപ്പം ഒരു കൗണ്ടർ പോലെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതെ, അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറിയൊരു കൗണ്ടർ പോലെ ഞാൻ പറയുന്നതിന് കാരണം അന്ന് അദ്ദേഹത്തെ ഡീൽ ചെയ്തത് എൻ്റെ മനസ്സിനെയും എൻ്റെ ലൈഫിനെയും ബാധിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കൗണ്ടർ പോലെ അതിനകത്ത് തരുന്നത്. അപ്പോൾ ഒരാൾ ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് കൗണ്ടറായിട്ട് ഞാൻ വരുന്നത്. മനസ്സിലായി. ഈ IAS ആകാൻ ആഗ്രഹിച്ച ചാണ്ടിയുമ്മനെ പിന്നീട് ആ ട്രാക്ക് വിടാൻ എന്താ കാരണം? ഞാൻ ഒരിക്കലും IAS ആകുന്ന എൻ്റെ ആഗ്രഹം അത് അല്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരുന്നു. സ്കൂളിലും കോളേജിലും എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലൊക്കെ രാഷ്ട്രീയം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും അതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. കാരണം എൻ്റെ ഇന്ത്യയെ പറ്റി പഠിക്കുവാൻ, ഇന്റർനാഷണൽ അഫയേഴ്സ് പഠിക്കുവാൻ ഒരു വെന്യൂ കൂടിയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള വെന്യൂ കൂടിയായിട്ടാണ് ഞാൻ കണ്ടത്. അതിനകത്ത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇഫ് യു ട്രൈ ചെയ്യണം, വിൻ ചെയ്താൽ ലീഡ് ചെയ്യാം, പരാജയപ്പെട്ടാൽ ഗൈഡ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് അതൊരു ലോസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ സിവിൽ സർവീസ് പഠിച്ചത് ഒരു ഗെയിനാണ്. കാരണം എനിക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ, എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ അത് ആവണം എന്ന് നിർബന്ധമില്ല, ആയിരുന്നേ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യ എന്നുള്ളൊരു ആശയം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത്
ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും എന്നെ വേദനിപ്പിക്കുന്ന എന്തായിരിക്കും ഏറ്റവും കൂടുതൽ. നമുക്കൊരു എന്താ പറയുക, ഒരു മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉം. ഇന്ത്യ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിന്ന് മാറുന്നതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ വേദന. 2026 ഇലക്ഷൻ വരാൻ പോവാണ്. എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ UDF അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള എന്തൊക്കെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ? പാർട്ടി വേണ്ടതൊക്കെ ചെയ്യുന്നു. നാളെ തൊട്ട് ഗ്രഹ സന്ദർശനങ്ങൾ നടക്കുന്നു വിവിധ ഭാഗങ്ങളിൽ. അങ്ങനെ വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സമയം, വയ്യാന്നൊക്കെ പറഞ്ഞു, തലവേദനയാന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു കടുത്ത പനിയുടെ ഒരു ലക്ഷണമായിരുന്നു. പക്ഷെ എന്താണെന്നറിയാം, നിങ്ങളുടെ ചാനൽ ഒരു മിറക്കിൾ നടത്തിയിട്ട് പോവുക. ഇതേ ഊർജ്ജസ്വലനായിട്ട് ഇതേപോലെ വർഷങ്ങളോളം നിലനിൽക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.